നമസ്കാരം കൊച്ചി. ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് നന്ദി. ഞാൻ വൈകിയതല്ല, ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇൻട്രാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർന്നില്ല, അങ്ങനെ വൈകിപ്പോയതാണ്. പക്ഷേ താങ്ക് യു സോ മച്ച്, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന്. ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും, ഓഫ് കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും. ഞാൻ ഇന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, മറ്റൊരു ലോകം പാരലലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്, മോഹനൻ നീയാണ് എന്ന് പറയുന്നത്. സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിങ്ങിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പം തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്ഡ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിൻ്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയൻ്റെ കയ്യിലാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല, സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും, സച്ചിയുടെ എല്ലാം ആയിരുന്നു. ഒരു പക്ഷേ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ്. ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എൻ്റെയും അസോസിയേറ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ മൊമെൻ്റ് ഓഫ് പ്രൈഡ് ഫോർ മീ. എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ, അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം, കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അതിത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ് ആണ്. സന്ദീപിൻ്റെ അച്ഛൻ്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേനനങ്കിൾ എന്നെ മോനെ പോലെയാണ് കണ്ടിരുന്നത്. ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ശരിക്കൊരു ലൈഫിൻ്റെ തന്നെ ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവൻ്റായിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത്. ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ്കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷേ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിങ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്നൊരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിൻ്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജെയ്ക്സിൻ്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത് ബുദ്ധ, ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ഓ ഇൻസ്പയറിംഗ്. സോ താങ്ക് യു ജെയ്ക്സ് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. ഇന്ദുവിൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എൻ്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിൻ്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റേതായി എൻ്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിൻ്റെ റൈറ്റിങ്ങിൻ്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിൻ്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനൻ്റെ മുഖം എൻ്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം മൂളിയതിന് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, ഓഫ് കോഴ്സ് ശ്രീജിത്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ. ശ്രീജിത്ത് ഒരു ടോപ്പ് എഡിറ്ററാണ്. ഹീസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കളറിസ്റ്റ് ദാറ്റ് ഐ ഹവ് നോൺ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ, അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമയുടെ എഡിറ്റിങ്ങും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ വൺ ഓഫ് ദ റിയലി ഫൈൻ ടെക്നീഷ്യൻസ്, യങ് ടെക്നീഷ്യൻസ് വി ഹാവ്. ഗ്ലാഡ് ദാറ്റ് ഹീസ് പാർട്ട് ഓഫ് ദ ഫിലിം. ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും. സംഗീത്, ഓഫ് കോഴ്സ് രാജേഷ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവിടെ ഇല്ല. അവർക്കൊക്കെ ഉപരി ഷമിച്ചേട്ടൻ. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന
മോഹനനും ഭാസ്കരനും മാഷുമായി ഉള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൾക്രം. അതിന് എന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമ്മിച്ചേട്ടൻ. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമ്മിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഷമ്മിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തിലങ്കനകളിനെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ഷമ്മിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ്. ഈ സിനിമ 21-ാം തീയതി റിലീസാവുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം, അതാണ് മർമ്മപ്രധാനം. പക്ഷേ ഐ ഹോപ്പ് സംവെയർ സച്ചി ഈസ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദിസ് ആൻഡ് ഹി ഫീൽസ് പ്രൗഡ്. താങ്ക് യു സോ മച്ച്. എന്നെ കാണാൻ മുണ്ടിൽ ഇതിലും സ്റ്റൈലാണ് ആക്ച്വലി. ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും പറയാൻ പറ്റില്ല, 43 വയസ്സായി. എൻ്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവേ മുണ്ടും ലുങ്കിയും ഒക്കെ ഉടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്. പബ്ലിക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഇറ്റ്സ് സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വരുന്നത്. ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. പക്ഷേ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ മനുവിൻ്റെയൊക്കെ വലിയ എഫേർട്ടുണ്ട്. പ്രമോദ് എൻ്റെ മേക്കപ്പ് മാൻ്റെ ഒക്കെ വലിയ എഫേർട്ടുണ്ട്. രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്നർ വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട്. അപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ വലിയൊരു എഫേർട്ടുണ്ട്, അത്ര എളുപ്പമല്ല.